ബ്രഹ്മം എന്ന ശബ്ദം എഴുതുന്നതിൽ നിന്ന് വ്യത്യസ്തമായാണല്ലോ ഉച്ചാരണം. ആണ് ആണെങ്കിൽ അതിന് കാരണം പറഞ്ഞു തരുമോ? ഇപ്പൊ പറയാൻ അറിയില്ല, തോന്നണില്ല, അതിപ്പോ തോന്നണില്ല. ഒരു സൂത്രമുണ്ട്, നിയമമുണ്ട്, സൂത്രമല്ല നിയമമുണ്ട്. ഹകാരപരമായി മകാരം വരുമ്പോ, യകാരം വരുമ്പോ, പിന്നെ ഒരു ഒന്നുകൂടി വരുമ്പോ ഹകാരം പരമായി തീരുന്ന ഒരു നിയമമുണ്ട്. നിയമം ഓർമ്മ വരുന്നില്ല. ആർക്കെങ്കിലും ഈ കൂട്ടത്തിൽ ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം. ഇതിൽ പല സംസ്കൃത വിദ്വാൻമാരും ഉണ്ടാവും. ആർക്കെങ്കിലും അറിയിച്ചാൽ പറയാം. എനിക്ക് ഓർമ്മ വരുന്നില്ല, നോക്കി പറഞ്ഞുതരാം. ഇത് പറയുമ്പോ വലിയൊരു മഹാത്മാവിനെ ഓർമ്മ വരികയാണ്. നമ്മൾ അങ്ങേയറ്റം ബഹുമാനിച്ച ആദരിച്ച ഒരു മഹാത്മാവിനെ. സ്വാമിജി ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിലൊരു മുതിർന്ന സന്യാസി ശ്രേഷ്ഠനായിരുന്നു, വീതസ്പൃഹാനന്ദ സ്വാമികൾ. ഈ വർഷമാണ് നമ്മളെ വിട്ടുപോയത്. അപ്പോ ഒരു 6-7 വർഷം മുതൽ എന്നെ കണ്ടപ്പോ, ചിദാനന്ദപുര സ്വാമി ഒരു സംശയം ചോദിക്കാനുണ്ട്. എന്താ സ്വാമിജി? ഈ ബ്രഹ്മാന്ന് എഴുതുക, ബ്രഹ്മ എന്ന് പറയാ, എന്താ അതിന്റെ നിയമം? സ്വാമിജി തോന്നണില്ലല്ലോ. ശരി, തോന്നില്ലെങ്കിൽ പറയണ്ട. മറന്നു പോയാ, നോക്കിയില്ല, എന്തോ നോക്കാൻ തോന്നിയില്ല. അത് കഴിഞ്ഞപ്പോ കഴിഞ്ഞ വർഷം കേട്ട് സ്വാമിക്ക് കുറച്ച് ശരീരത്തിന് വയ്യാതെ കിടക്കുക, പോയി. വളരെ ക്ഷീണിതനാണ്, വളരെ ക്ഷീണിതൻ. പോയി നമസ്കരിച്ചു. സ്വാമിജി കട്ടിലിൽ കിടക്കുകയാണ്. നമസ്കാരം, ചിദാനന്ദ സ്വാമിയോ? അതെ സ്വാമിജി. ഈ ബ്രഹ്മ എന്ന് എഴുതിയിട്ട് ബ്രഹ്മ എന്നാണല്ലോ പറയണത്, എന്താ അതിന്റെ നിയമം? ഞാൻ പറഞ്ഞു, തോന്നുന്നില്ല സ്വാമിജി. നിങ്ങൾക്ക് എപ്പോഴാ തോന്നുക? എപ്പോഴാ തോന്നുന്നു നിങ്ങൾക്ക്? ഞാൻ ഇതേ ചോദ്യം നിങ്ങളോട് 6 വർഷം മുമ്പ് ചോദിച്ചല്ലോ. അന്ന് നിങ്ങൾ തോന്നുന്നില്ല എന്നാ പറഞ്ഞത്, ഇപ്പോഴും തോന്നുന്നില്ല എന്നാ പറയണത്. എന്താ സ്വാമിജി ചെയ്യാൻ? തോന്നുന്നില്ല. ഞാൻ നോക്കി വെക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കിയോ? അതുമില്ല. അതുകൊണ്ട് ഇന്നും മറുപടി തന്നെയാണ്, തോന്നണില്ല. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും അറിയിച്ചാൽ പറയാം, ഇല്ലെങ്കിൽ ഈ കടലാസ് തൽക്കാലം അങ്ങോട്ട് വയ്ക്കാം. എന്നാൽ ഓർമ്മിക്കുന്നൊന്നും ഉറപ്പില്ല. ഓർമ്മിച്ചാൽ നോക്കാം, നോക്കിയാൽ കിട്ടിക്കൊള്ളണമെന്ന് ഉറപ്പില്ല. കാരണം ആ നിയമം എവിടെയാന്നുള്ളത് കണ്ടുപിടിക്കണം. എന്തായാലും മകാരവും യകാരവും പരമായി വരുമ്പോൾ സ്വരാന്തത്തിന് ശേഷമുള്ള ഹകാരം ആദ്യം ഉച്ചരിക്കണം. അപ്പൊ ബ്രഹ്മ ഹ് എഴുതുക, ഉച്ചരിക്കുമ്പോ ബ്രഹ്മ. അതുപോലെ യ ഹ് യ എന്നാൽ ഇർ ഹാന്ന് ഉച്ചരിക്കും. അധികം വരുന്നില്ല ശബ്ദം. അതാണ് നിയമം. തോന്നുന്നില്ല.